ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ല കണ്ടിട്ട്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ തോഫു പനീർ റെസിപ്പി. അപ്പോൾ തോഫു പനീർ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സോയ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന പനീറാണ്. ഇത് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ്, ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവുള്ള ഒരു പനീറാണ്. അപ്പോൾ പനീർ ഞാനൊരു 200 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ആ മോയ്സ്ചറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു മാറ്റാം. അതിനുശേഷം നമുക്ക് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പനീർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഒരുപാട് കട്ടിയായിട്ട് വേണ്ട, കുറച്ചൊരു തിൻ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഞാൻ ഇതിൽ ഒരുപാട് ഓയിലൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ മസാലാസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, അണിയൻ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ജിഞ്ചർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പെരി പെരി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ കേട്ടോ. അപ്പോൾ ഈ പെരി പെരി പൗഡറും ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ജിഞ്ചറും ഗാർലിക്കും നമ്മൾ സാധാരണ പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നോർമൽ മസാലാസ് ഇല്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, അത് വെച്ചിട്ടുള്ള മാരിനേഷൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ പെരി പെരി പൗഡറൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതുള്ളവർ അത് വെച്ചിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു പാൻ ചൂടാവാൻ വയ്ക്കുക. അതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഓയിലേ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓയിൽ ഒഴിച്ചിട്ട് പോലില്ല, ശരിക്കും പറഞ്ഞാൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പനീർ പീസസ് വെച്ച് കൊടുക്കാം, അതായത് നമ്മുടെ തോഫു പീസസ്. അപ്പോൾ ഇത് രണ്ട് സൈഡും നമ്മളിങ്ങനെ തവ റോസ്റ്റ് ചെയ്യണ പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷെ ഞാൻ കുറച്ച് ഹെൽത്തി എന്തായാലും തോഫു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഹെൽത്തി സൈഡാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിന് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു അൺഹെൽത്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒട്ടും ഓയിൽ ഒരുപാട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ്സിൽ റെഡിയാവും. ഇതാവുമ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ മറ്റേ സൈഡ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ബാച്ച് ടോഫു ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു ചില്ലി ഫോമിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഗാർലിക് സാട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഓണിയനും പിന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് പെരി പെരി പൗഡർ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കും. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒരുപാട് നമുക്ക് അറിയാലോ ചൈനീസ് ഡിഷസിൽ അങ്ങനെ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കോൺസ്റ്റാർച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ കോൺഫ്ലവർ മിക്സ്. അപ്പോൾ അതും ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചുടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചുടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ കോൺസ്റ്റാർച്ച് ചേർത്ത് കൊടുത്താലും മതി. ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഹോട്ട് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവ് എത്ര വേണോ അതിനനുസരിച്ച് വേണം കേട്ടോ ഹോട്ട് വാട്ടർ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഒരുപാട് ഗ്രേവിയൊന്നും ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടോഫു പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ്സ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി തോഫു പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഹെൽത്തി വെർഷൻ ഓഫ് റെസിപ്പിയാണ്. ഇപ്പോൾ ഡയറ്റ് ചെയ്യണവർക്കും അല്ലെങ്കിൽ വെജിറ്റേറിയൻസിന് തന്നെ പല പല റെസിപ്പീസ് ഉണ്ടാവും, നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പനീർ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട്, ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.